നടത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചോണ്ട് നിങ്ങളൊക്കെ സന്തോഷമായിരിക്കാൻ സമ്മതിക്കില്ല. അമ്മേ, എന്നെ ഈ കാര്യത്തിൽ തടയണ്ട. പൂജ നിർത്താൻ വന്നെന്ന് പറഞ്ഞ് എന്റെ മേത്ത് കൈവെക്കാനുള്ള ധൈര്യം ഉണ്ടായില്ലേ അവന്? ഈ പൂജ പൂർത്തിയാവുന്ന എനിക്കൊന്ന് കേൾക്കണം. ഏയ്, ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ. ഇവരുടെ മുമ്പിൽ വെച്ച് നാണം കിടന്നാന്ന് വിചാരിച്ച നിന്നെ പുറത്തേക്ക് വിളിച്ചോണ്ടോയെ പിന്നെയും കയറി വന്നോ? ഇനി ശരിക്കും കേട്ടോ നീ, എന്റെ ശിവാനിയുടെ പൂജയ്ക്ക് അത് ആര് തടസ്സം നിന്നാലും ഞാൻ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ? പറയുന്ന കേൾക്കും. ഏയ്, പൂജ നശിപ്പിച്ച് കളഞ്ഞല്ലേ നീ? എന്തിനാ അഹങ്കാരം ഉണ്ടാവണം നിനക്ക്? കുറക്കണ പുറത്ത്. त्रिशूल! ओम नमः शिवाय, 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 ओम नमः शिवाय. പരമേശ്വരൻ പ്രസന്നനായി തന്റെ ശക്തിയെ പറഞ്ഞയച്ചിരിക്കുന്നു. പരമേശ്വരൻ തന്നെ എന്തോ അരുളുവാനായി എഴുന്നള്ളുന്നു. എന്താണത്? എന്താണ് സന്ദേശം? ആദ്യം എനിക്കതാണ് അറിയേണ്ടത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇവൻ തൃശൂലാണ്. ഇവന് എന്തിനാണ് മനസ്സിൽ തോന്നിപ്പിക്കുന്നത്? പരമേശ്വരൻ എന്താണ് എന്നോട് പറയുവാനുള്ളത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പരമേശ്വര. ഈ മഹാരുദ്രയാഗം മൂലം ആദിശേഷനും ശിവാനിക്കും നല്ലത് സംഭവിക്കുമെന്നാണ് കരുതിയത്. അങ്ങയുടെ മഹാശക്തി അവർക്കും ലഭിക്കുമെന്നാണ് അടിയൻ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എന്റെ മനസ്സിൽ ശിവാനിയെ പറ്റിച്ച് അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ ഈ സാധാരണ മനുഷ്യൻ തൃശൂലിന്റെ ബിംബമാണ് കണ്ടത്. എന്താണ് ഇതിനർത്ഥം മഹാദേവ? പരമേശ്വരൻ ഇപ്പോൾ നൽകുന്ന സന്ദേശം ആദ്യമായി എനിക്ക് നിഗൂഢമായി തോന്നുന്നു. എന്താണ് ഇതിനർത്ഥം മഹാദേവ?
ആദിശേഷൻ ത്രിവിക്രമനല്ല, തൃശൂൽ. ഇതെന്തായാലും കൊള്ളാം. മരമോൻ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാ. അവൻ തൃശൂലിനെ പട്ടിയെ പോലെ തല്ലുന്നൊരു വീഡിയോ എടുത്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് എനിക്കടുത്ത് കണ്ട് സന്തോഷിക്കാമല്ലോ. ത്രിവിക്രം, നിനക്ക് അവനെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു അവകാശവുമില്ല. അവന്റെ മേലെ കൈവയ്ക്കുന്നു. അതിന് മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? ശിവാനി, നീയും അതെ, ഞാൻ തന്നെ ചോദിക്കുന്നേ, എന്തിനാ നീ അവനെ തല്ലാൻ പോയത്? എന്നെ തടയാൻ വന്നിട്ടാ. തടസ്സം നിന്ന് പൂജയ്ക്ക് വിഘ്നം വരുത്താൻ നോക്കിയത് അവനല്ല, നീയാ. ഈ പൂജയൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? നീ കേറി വന്ന് എല്ലാം നശിപ്പിച്ചു. ശിവാനി, നീ അവന് വേണ്ടി ഇങ്ങനെ സംസാരിക്കല്ലേ. അവൻ നമ്മളെ രണ്ടുപേരെ അകറ്റിയവനാ. നമ്മൾ ഒന്നിക്കാതിരിക്കാൻ കാരണം അവനാ. മോശമായ മനസ്സവന്റെ. തൃശൂൽ മോശപ്പെട്ടവനല്ല. അവൻ ആരെയാണോ സ്നേഹിച്ചത് അവളെ തന്നെ കല്യാണം കഴിച്ചു. അവനൊരു തന്റേടിയാ. ശിവാനി, എന്നും നിന്നെ സ്നേഹിച്ചത് ഞാൻ മാത്രമാ, തൃശൂലല്ല. അത് അപ്പോഴല്ലേ. ഒരു പെണ്ണിന് ഒരു തവണ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു. അവൾക്ക് ആരാണോ താലി കെട്ടിയത് പിന്നെ അവനായിരിക്കും അവളുടെ എല്ലാം. ശിവാനി, ദേവി, ഇത് നീ ഇങ്ങനെയൊന്നും പറയില്ലേ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഇവനെ ഞാൻ... ത്രിവിക്രം, നീ വെറുതെ വീണ്ടും അവനെ കൈവയ്ക്കാൻ നോക്കണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും കേട്ടോ. എന്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായി താലി കെട്ടിയ, സപ്തപതി ചവിട്ടിയ തൃശൂലാണ് എന്റെ ഭർത്താവ്. അവൻ മാത്രമാണ് എനിക്കെല്ലാം. ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അകറ്റാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഒരു നിമിഷം പോലും നീ ഇനി എന്റെ മുന്നിൽ നിൽക്കരുത്. പൊയ്ക്കോ, പുറത്തേക്ക് പോവാൻ. ശിവാനി, തൃശൂൽ, നമ്മുടെ ഈ പ്രണയം ആ ശിവൻ തന്ന ഭിക്ഷയാണ്. ആ
ആദ്യം അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങണം. വാ. മഹാദേവ, എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുക. ഞങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കണം. തൃശൂൽ, ഇത് വാങ്ങിക്കും. മഹാദേവന് പൂവിട്ട് പൂജ ചെയ്യും. പരമേശ്വര, എന്താണിത്? ആദിശേഷൻ ത്രിവിക്രമനല്ലേ? തൃശൂരാണോ ആദിശേഷൻ? ശിവാനിയെ കല്യാണം കഴിച്ച തൃശൂരാണ് ആദിശേഷന്റെ മറുജന്മം. ഇതാണ് പരമേശ്വരന്റെ മായാവിലാസം. ശിവാനി സത്യാംശം ഇതുവരെ മനസ്സിലാക്കാതെ തൃശൂരിനെ കഠിനമായി വെറുത്തുകൊണ്ട് തന്റെ ജീവിതം നിരാശാഭരിതമാക്കി തീർക്കുകയാണ്. ശിവാനി അന്ന് പരീക്ഷിച്ചപ്പോൾ തൃശൂരിലും ആദിശേഷന്റെ ഗുണങ്ങൾ കണ്ടത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. ഞാനങ്ങനെ ചെയ്തില്ല. എനിക്ക് പറ്റിയ തെറ്റ് ആ സാക്ഷാൽ പരമേശ്വരൻ തന്നെ ശരിയാക്കി തന്നു. പരമേശ്വര, ആദിശേഷനെ ലഭിക്കുവാൻ കഴിഞ്ഞ 21 വർഷങ്ങൾ നടത്തിയ പോരാട്ടത്തിന് നീ ന്യായം നൽകിയിരിക്കുന്നു. ശിവാനി ഭൂമിയിലേക്ക് ആരെ നേടുവാൻ വേണ്ടിയാണോ പോയത് അവനെ തന്നെ നേടിയിരിക്കുന്നു. ജന്മജന്മാന്തര പ്രണയം ഒന്നായി, പ്രണയം സഫലമായി. എല്ലാം നിന്റെ കൃപ. സദാ നാഗലോകത്തിന് നല്ലത് വരുത്തുന്ന മുക്കണ്ണനെ, നിനക്ക് കോടി കോടി പ്രണാമം. ശിവാനി, 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 എന്തുവാ ശിവാനി? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ക്ഷീണം കൊണ്ട് മോള് വീണുപോയതായിരിക്കും. കൊച്ചുമേ ബോധം കിട്ടാണെന്ന് തോന്നുന്നു. തൃശൂൽ, ശിവാനി വീട്ടിലേക്ക് കൊണ്ടുപോ. അവള് റെസ്റ്റ് എടുക്കട്ടെ. ശരിയാ തൃശൂർ, വീട്ടിലേക്ക് കൊണ്ടുപോ. അവളൊന്ന് വിശ്രമിക്കട്ടെ. ആദിശേഷനെ പറ്റി എനിക്ക് മനസ്സിലായതുപോലെ ശിവാനിക്ക് മനസ്സിലായി കാണേണ്ടതല്ലേ? ശിവപൂജ നടത്തിക്കഴിഞ്ഞാൽ ആ പരമേശ്വരന്റെ ദിവ്യശക്തി അവളിലും എത്തിക്കാണും. അങ്ങനെയാണെങ്കിൽ ശിവാനി എല്ലാ ശാപങ്ങളിൽ നിന്നും മോചിതയായി കാണും. അവൾക്ക് നാഗലോകത്തേക്ക് തിരികെ വരാം. എന്തുകൊണ്ട് വന്നില്ല? ശിവപൂജ ചെയ്യുവാൻ മറന്നുപോയിരിക്കുമോ? അതിന് സാധ്യതയില്ല. ആ പരമേശ്വരനെ ആരാധിക്കുന്ന കാര്യത്തിൽ ശിവാനിയെ വെല്ലുവാൻ മറ്റാരുമില്ല. അവളത് മറക്കുക അസാധ്യം. എന്നിരുന്നാലും ശിവാനിയെ പറ്റി എന്റെ മനസ്സിൽ എന്തേ ഒന്നും തെളിയാത്തത്? ഇനി ആരെങ്കിലും അവളുടെ പൂജയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാക്കിയോ? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം പരമേശ്വര? അവർ രണ്ടുപേരും ഒന്നായേ പറ്റൂ. ശിവാനിയുടെ നോവുകൾക്ക് ഒരു അറുതിയുണ്ടായേ പറ്റൂ. ശിവാനിയെ ആദിശേഷന്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ നീ ചെയ്തേ പറ്റൂ.
ശിവാനി, ശിവാനി, ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എണീപ്പിക്കുന്നില്ലേ? ഇങ്ങനെ തന്നെ ഉറങ്ങിക്കോ. പൂജ ചെയ്യണമെന്ന് എത്ര ആഗ്രഹിച്ചിരുന്നു. ഞാനാണെങ്കിൽ നിന്റെ കൂടെ തന്നെ ഇരുന്ന് പൂജ അവസാനിക്കുന്നത് വരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇടയ്ക്ക് ത്രിവിക്രം കയറി വന്ന് എല്ലാം നാശമാക്കി കളഞ്ഞില്ലേ? നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നോട് ക്ഷമിക്കുന്നേ. എന്നെ കൊണ്ട് വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിലും നീ അതൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ഭർത്താവാണെന്ന് സമ്മതിച്ചല്ലോ. എനിക്കത് മാത്രം മതി. പൂജ കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ എന്റെ ആയുസ് കൂടുമോന്ന് എനിക്കറിയില്ല. പക്ഷെ നീ എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് 10 വർഷം കൊണ്ട് കൂടുതൽ കിട്ടിയെന്നേ. ത്രിവിക്രം എന്നെ അടിക്കാൻ വന്നപ്പോ നീ അവനെ തടഞ്ഞു നിർത്തിയില്ലേ? അതിനേക്കാൾ എനിക്ക് വേറെന്താ വേണ്ട ശിവാനി? ശിവാനി, ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണെന്നറിയാം. സ്വർഗം തന്നെ കൺമുമ്പിൽ വന്ന പോലെ. നീ എന്നെ നിന്റെ ഭർത്താവാണെന്ന് അംഗീകരിച്ച ആ നിമിഷം തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതാ, നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നീ റെസ്റ്റ് എടുക്ക് ശിവാനി. ഞാൻ പുറത്തന്നെ ഉണ്ടാവും. തൃശൂൽ, ശിവാനി, നീ എഴുന്നേറ്റായിരുന്നോ? വാ, ഇരിക്കെ. എനിക്ക് എന്താ പറ്റിയത്? ഞാനെന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ? ഒന്നുമില്ല, പൂജയൊക്കെ ചെയ്തതല്ലേ, നല്ല ക്ഷീണം കാണാം, അത്രേ ഉള്ളൂ. ഓ, പൂജ പൂർത്തിയാക്കിയായിരുന്നോ? അത് എന്താ തൃശൂൽ, എന്താ പറ്റിയത്? അവിടെ ത്രിവിക്രം വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവസാനം നീ തലചുറ്റി വീണു. ഞാൻ നിന്നെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കിടത്തിയതാ. അതെയോ? മഹാദേവ, എനിക്ക് ആ പൂജ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലേ? പൂജയ്ക്ക് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ത്രിവിക്രം എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? എന്തു പറ്റി ശിവാനി? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്നെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അതോ അമ്പലത്തിൽ നടന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണോ? എന്താ സംഭവിച്ചത്?